നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ജൂലൈ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ജൂലൈ മാസം 16-ാം തീയതി മിഥുനമാസം 32-ാം തീയതിയാണ്. പിന്നീട് കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ്. ഏതായാലും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ വാരഫലം ജൂലൈ 10-ന് നാം ചർച്ച ചെയ്യുമ്പോൾ കാലത്തുള്ള ഗ്രഹസ്ഥിതി: മേടൻ രാശിയിൽ ചന്ദ്രൻ, ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ രവി ബുധൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ശുക്രൻ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ എപ്രകാരമാണ് ഈ ഒരു വാരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 6-ാം ഭാവത്തിൽ രാഹു, 7-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 11-ൽ വ്യാഴം, 12-ൽ ശുക്രൻ കേതു. ഇവിടെ ശ്രദ്ധിക്കണം, പാൻക്രിയാറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക്സിൻ്റെ രോഗികൾക്ക് ഡയാലിസിസ് കൂടുതൽ ചെയ്യുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ ഡയാലിസിസിൻ്റെ പ്രയാസങ്ങൾ വരിക. സാർവത്രികമായ രോഗമാണ്. സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ്, പുരുഷന്മാരെ സംബന്ധിച്ചോളം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണിത്. കാരണം 12-ലാണ് ശുക്രൻ നിൽക്കുന്നത്. ഇവിടെ ധർമ്മദൈവപ്രീതി നിർബന്ധമായും ചെയ്യേണ്ടുന്ന സമയമാണ്. സ്വത്ത് തർക്കം വരുമ്പോൾ പലപ്പോഴും കുടുംബത്തിൽ അച്ഛൻ മക്കൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. 9-ാം ഭാവാധിപൻ 12-ലാണ്. അച്ഛൻ്റെ സഹോദരങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവിടെ പലപ്പോഴും തൻ്റെ വാശി 9-ൽ ചൊവ്വയാണ്. ധർമ്മേഘവാൻ, പല കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം തൻ്റെ ഭാഗത്തു നിന്ന് വരും. താൻ ഒരു തരത്തിലും വഴങ്ങാത്ത അവസ്ഥ വരുമ്പോൾ വളരെയധികം ക്ലേശങ്ങൾ അതുപ്രകാരം കുടുംബത്തിലുണ്ടാകാം. പ്രത്യേകിച്ച് അച്ഛൻ്റെ ആളുകളിൽ നിന്നും ക്ലേശങ്ങൾ വരാം. അതിനാൽ വാശി വൈരാഗ്യവും കുറയ്ക്കേണ്ടുന്ന വാരമാണ്. കർമ്മമേഖ വളരെ സമ്പുഷ്ടമാണ്. അനാവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ആഡംബരത്തിന് വേണ്ടി ചെലവഴിച്ച് വലിയ ധനനഷ്ടമുണ്ടാകും. കാരണം 12-ാം ഭാവത്തിലാണ് ശുക്രൻ. ധനാധിപൻ വ്യയസ്ഥാനത്താണ്. ദുർവ്യയങ്ങൾ ധാരാളം വരും. അനാവശ്യമായ ചെലവുകൾ പല രീതിയിൽ വരിക. ഇവിടെ സ്വർണം നഷ്ടപ്പെടുന്നൊരു സമയമാണ്. പലപ്പോഴും ബാങ്കിൽ വെച്ച സ്വർണ്ണപ്പണയങ്ങൾ വിറ്റുപോകേണ്ടുന്നൊരു സമയമാണ്. അതിനാൽ സ്വർണം, അപ്രകാരം ധനം, അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്വർണം അപഹരിക്കപ്പെടുന്നൊരു സമയമാണ്. തനിക്ക് കൊടുത്ത കാശ് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ സംജാതമാകും. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ, പ്രത്യേകിച്ച് പിതാവിൻ്റെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്കിലേക്ക് എണ്ണ, മാല, പായസം ഒക്കെ സമർപ്പിക്കുക. അന്നദാനമുണ്ടെങ്കിൽ അന്നദാനം ചെയ്യുക, വെള്ളിയാഴ്ച പ്രത്യേകിച്ച്. അങ്ങനെ ദോഷങ്ങളിൽ നിന്നൊക്കെ മോചനം വരുത്തണം. ആരോഗ്യ വിഷയത്തിന് ദോഷമുണ്ട്. അഷ്ടമത്തിലാണ് ചന്ദ്രൻ. വീണ്ടും മെഡിക്കൽ ഷാപ്പാവും എന്നാണ്. പലപ്പോഴും അച്ഛൻ്റെ രോഗങ്ങൾ, അമ്മയുടെ രോഗങ്ങൾ, ആ രീതിയിലുള്ള ക്ലേശങ്ങൾ കാരണം മാനസികമായ അസ്വസ്ഥത തനിക്ക് വരുന്ന സമയമാണെന്നറിയുക. വളരെ അടുത്ത സൗഹൃദങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. കാരണം ശുക്രൻ 12-ൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന രോഗം എന്താണ്? ശുചസ്നേഹത, സ്നേഹത്തിലൂടെ തനിക്ക് ദുഃഖം വരുമെന്നാണ്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരൊക്കെ, അടുത്ത റിലേറ്റീവ്സൊക്കെ തന്നോട് അകന്നു പോവുക. ചെറിയ സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം പരസ്പരം തർക്കിച്ചു പോവുക. ഇവിടെയൊക്കെ മാനസികമായ അസ്വസ്ഥതകൾ ധാരാളം വരും. 8-ൽ ചന്ദ്രൻ വരുമ്പോൾ അങ്ങനെയാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. ആ ചന്ദ്രൻ അമാവാസിയോട് അടുത്ത് വരികയാണ്. നിസ്സാരമായ കാര്യത്തിന് മാനസികമായ പ്രയാസങ്ങൾ ധാരാളം വരാം. ശ്രദ്ധിക്കുക. ധൈര്യം കൂടിപ്പോയിട്ട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നോക്കിയാൽ മതി. കർമ്മമേഖല ഭദ്രമാണ്. 2 വീലർ ഉപയോഗിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക. മഴക്കാലമാണ്. അധോമുഖ രാശി ആരൂഢമാണ്. വാഹന അപകടത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. ദേഹസംബന്ധമായ ശാന്തിക്ക് ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ നാളികേരം അടിച്ച് മുട്ടറക്കൽ ചെയ്യുക. ദേഹമുട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നമസ്തേ.